ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിലാണ് നിൽക്കുന്നത്. ബാൽക്കണിയിലുള്ള ചെറിയൊരു ഗാർഡനിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും കേൾക്കാമോ എന്നറിയത്തില്ല. വണ്ടി പോകുന്നതിൻ്റെ സൗണ്ട് നല്ലതായിട്ടുണ്ട്. ക്ഷമിക്കണം സൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചെറിയ കുഞ്ഞ് ഗാർഡൻ. ഇതാണ് എൻ്റെ ഗാർഡൻ. ബാൽക്കണിയിൽ ചെറിയൊരു ഗാർഡനാണ് ഇത്. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ബോഗൺവില്ല, കടലാസ് റോസയല്ല നമ്മുടെ നാട്ടിലെ. അതായത് 2-3 പ്രാവശ്യമായിട്ട് ഇപ്പം പൂത്തിട്ട് പൂക്കളെല്ലാം പോയിട്ട് പിന്നെയും വന്നേക്കുക. നല്ല ഒരു കമ്പാണ് ഞാൻ വാങ്ങിച്ചത്. നല്ലതായിട്ട് അത് നിൽക്കുന്നുണ്ട്. പിന്നെ പനിക്കൂർക്ക നല്ല ബ്രാഞ്ചസ് ആയിട്ട് വളരുന്നുണ്ട് കണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ ചെടിയുടെ പേരെനിക്കറിയത്തില്ല, മറന്നുപോയി. ഏതാ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ തുളസി കണ്ടോ. തുളസിയും അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മണി പ്ലാന്റ് ഞാനൊരു കയറ് കെട്ടി ഒന്ന് പടർത്തി വിടുന്നുണ്ട്. മണി പ്ലാന്റ് വീടിനകത്തും വെച്ചു, ഇൻഡോറും വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇത് കണ്ണാടി ചെടി. ഈ കണ്ണാടി ചെടിയാണ് ഞാൻ വാങ്ങിച്ചത്. അതിൽ നിന്ന് ഞാൻ ചെറിയൊരു കമ്പെടുത്ത് ഇങ്ങോട്ട് നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് അതും കാടുപോലെ ആവുമെന്ന് തോന്നും. പിന്നെ ഒരു രസം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് പുതിന. ഇതുണ്ടല്ലോ, ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊരു കമ്പെടുത്ത് വെച്ചതാണ് നമ്മൾ വാങ്ങിക്കുന്നതിൽ നിന്നേ. പക്ഷെ ഇത് കാട് പോലെ അങ്ങ് ഒത്തിരി ആയിട്ടുണ്ട് കണ്ടോ, നിറയെ ഉണ്ട്. നല്ല മണമാണ് പുതിന. ഈ ബാൽക്കണിലോട്ട് വരുമ്പോഴേ പുതിനയുടെ മണമാണ്. പിന്നെ കറ്റാർ വാഴ, അത് നല്ലതായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി, ഇത് സാധാരണ ടൊമാറ്റോയാണ്. ഇത് ഒരുപാട് നീളത്തിൽ വളർന്നു വരുന്നുണ്ട്. സപ്പോർട്ട കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ പൂക്കളൊക്കെ ഒത്തിരി ആയി. പക്ഷേ പൂക്കളെല്ലാം വാടിപ്പോവാണ്. ഇതുവരെയും കായ്ച്ചിട്ടില്ല. എന്നാ അറിയത്തില്ല, ഇലയ്ക്കൊരു വാട്ടം തട്ടിയിട്ടുണ്ട്. എന്തിൻ്റെയും കുറവായിരിക്കും. ഇതിൻ്റെ പ്ലാന്റിലിടുന്ന മരുന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു കാര്യമില്ല. ഇങ്ങനെ ഇല വാടി പോവാണ്. പക്ഷേ കുറേ വളരുന്നുണ്ട് മുകളിലോട്ട്. കായ്ക്കുമായിരിക്കും. ഇത് വേറൊരു കണ്ണാടി ചെടിയാണ്. നല്ല രസമാണ് ഇത് കാണാൻ. ഇത് ഞാനൊരു ഈ ചെറിയൊരു അവിടെ ഒരു തൈരൊക്കെ വാങ്ങിക്കുന്ന അതിൻ്റെ ബക്കറ്റില്ലേ, അതിൻ്റെ അകത്ത് കുറച്ച് മണ്ണ് നിറച്ച് വെച്ചതാണ്. ഇതെൻ്റെ റോസയാണ്. ഇത് റെഡും എല്ലാം നല്ലതായിട്ട് പൂ പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഈ പൂ പിടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ വാടിപ്പോകുന്നത്. നോക്കട്ടെ, ഇതിനകത്ത് ഞാൻ പൂവിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് 3 നല്ലതായിട്ട് തന്നെ പൂ പിടിക്കുന്നുണ്ട് എപ്പോഴും. ഇത് മാത്രം എന്തോ കേട് വന്ന പോലെ പൂക്കളിരിക്കുന്ന ഈ റോസയുടെ. പക്ഷേ റെഡ് 2ഉം നല്ല പൂക്കൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു വയലറ്റ് റോസ ഞാൻ ലൂലുവിൻ്റെ സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ അത് ചീത്തയായിപ്പോയി പെട്ടെന്ന്. എന്നാലും ഒരു നാമ്പെങ്കിലും പൊട്ടിമുളയ്ക്കാനുള്ള പ്രതീക്ഷയോടെ നിർത്തിയേക്കുക. പിന്നെ ഇതിനകത്തൊരു ചെറിയ ഇങ്ങനെ ഒരുപാട് അങ്ങ് പടരും ഈ ചെടി. അത് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അതും കുറേ ആയിട്ടുണ്ട്. അത് സെപ്പറേറ്റ് വേറെ ചട്ടി വെക്കണം. ഇത് മനസ്സിലായി, ഇത് വെള്ളച്ചീര. വെള്ളച്ചീര എന്ന് പറഞ്ഞാൽ നമ്മൾ കറി വെക്കുന്നതൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് നല്ല പൂക്കൾ പിടിക്കുന്നു, ചുവന്ന പൂക്കൾ പിടിക്കത്തില്ല, അതാണ്. പിന്നെ നമ്മുടെ നാടൻ ചീര വലിയ 2 മൂടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ മുറിച്ച് കളഞ്ഞില്ല. മുറിച്ചെടുത്തിട്ട് മാറ്റിയാൽ അത് ബ്രാഞ്ചസായിട്ട് പൊട്ടി മുളയ്ക്കുമല്ലോ, അത് ചെയ്യണം. അത് ചെയ്തില്ല, അത് ചെയ്യണം. പിന്നെ ഇത് ഉലുവ ഞാൻ ചുമ്മാ പാകിയതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ കിളിച്ച് വന്നു. തോരൻ വെക്കാമെന്ന് വിചാരിച്ച് പാകിയതാണ്. ഇത് പിഴുതെടുക്കണം ഇനി. ഇത് തക്കാളിയാണ്. ചട്ടി കുറവായതുകൊണ്ടും മണ്ണ് കുറവായതുകൊണ്ടും ഞാൻ എല്ലാം കൂടെ പാകിയതിൻ്റെ അകത്തേ കുറേ മൂടുകൾ ഒരുമിച്ച് ഒരു ചട്ടിയിൽ നിർത്തിയേക്കുക. ഇത് പിന്നെ വെണ്ടയ്ക്ക, അതും ഒരു 4-5 മൂടുണ്ട്. അത് പിന്നെ ഞാൻ ഇങ്ങനെ മാറ്റി നട്ടിട്ടുണ്ട്. ഇതും പാകിയതാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെടിയില്ലേ, ഇതിൻ്റെ 2 നിറമുണ്ട്. പിന്നെ ഇത് വേറൊരു തരത്തിലുള്ളൊരു കണ്ണാടി ചെടി. ഇത് നല്ല രസമാണ്. ഒരുപാടാവുമ്പോഴേ ചെറിയൊരു കമ്പ് കൊണ്ട് വെച്ചതാണ്. പെട്ടെന്ന് തന്നെ ഇത്ര ആയിട്ടുണ്ട്. ഇതും ആ ചെടിയുടെ വേറൊരു നിറമാണ്. പിന്നെ ഇത് കുക്കുംബറാണ് കേട്ടോ. 2 മൂടും ഞാൻ ഇച്ചിരി സപ്പോർട്ട കൊടുത്തിട്ട് പടർത്തി എടുക്കുവാണ്. നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. നാമ്പൊക്കെ നല്ലതുപോലെ വരുന്നുണ്ട്. കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കായ്ക്കുന്നതിനെ വേണം. പിന്നെ എനിക്ക് കാന്താരിയും പച്ചമുളകൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിൽപ്പുണ്ടൊരു പച്ചമുളകിൻ്റെ തൈ, കാണിച്ചു തരാം. ഇതൊക്കെ 4 മണിയും 10 മണിയൊക്കെയാണ്. അത് കുറേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ തക്കാളിയുടെ തൈ ഒരുപാട് കിളിച്ചതുകൊണ്ടേ
ദാണ്ട പച്ചമുളകിൻ്റെ തൈ കണ്ടോ, അതൊരു 4-5 തൈ അവിടെ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. അല്ല അവിടെ ഉണ്ടിരണം. പിന്നെ എല്ലാം തക്കാളിയാണ്, തക്കാളി നട്ടു വെച്ചിരിക്കുവാണ്. ഇത് ചെറി ടൊമാറ്റോ വാങ്ങിച്ചത്. ഇത് ഞാനിതിനിടയ്ക്ക് കൂടെ ഇങ്ങനെ ഇച്ചിരി വെയിൽ കുറച്ച് വെച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന്, മറ്റേ ഇല വാടായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത്ര നീളത്തിൽ വളരുന്നുണ്ട്. അത് പക്ഷേ ഫ്രഷായിട്ട് തന്നെ വളരുന്നുണ്ട്, അത് ഇലയൊന്നും വാടുന്നില്ല. ഇത് 2 10 മണി ചെടി ഇങ്ങനെ 2 ഉള്ളായിരുന്നു. ഇനി 2-3 ചട്ടിയും കൂടി അത് വാങ്ങിക്കണം.